ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. എല്ലാവരെയും ഞാൻ അമ്മൂസിൻ്റെ പൈതൃക കാഴ്ചകളിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ക്ഷേത്രങ്ങളൊക്കെ പോയി കണ്ടല്ലോ അല്ലേ. കുട്ടിക്കാലം മുതൽ ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ക്ഷേത്രത്തിലേക്കാണ് ഇന്നെൻ്റെ യാത്ര. നിങ്ങളും കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ. ഇതിൽ അമ്പലത്തിൻ്റെ ചരിത്രവും ഐതിഹ്യങ്ങളും കേൾക്കാം, അവിടുത്തെ ചില സ്പെഷ്യൽ പൂജകൾ കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണണം കേട്ടോ. ഞാൻ അങ്ങനെ അമ്മയുടെ തിരുസന്നിധിയിൽ, മൂകാംബിക തിരുസന്നിധിയിലെത്തിക്കാണ് കുട്ടിക്കാലം മുതലുള്ള ഒരു വല്ലാത്ത ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ഈ സമയത്താണ് അമ്മേനെ വിളിച്ചത്. അതിന് കാരണക്കാരി എൻ്റെ സുഹൃത്താണ്, സുജാത എന്ന് പറഞ്ഞ സുഹൃത്താണ്. അപ്പോൾ അമ്മയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞാനറിയാത്ത തന്നെ നിങ്ങൾക്കറിയാം. എങ്കിലും എന്നാലാവുന്ന വിധം ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നതാണ്. ഇപ്പം എല്ലാവർക്കും അമ്മോസ് ട്രാവലിലേക്ക് സ്വാഗതം. അങ്ങനെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ട്രെയിൻ കാത്തിരിക്കുകയാണ്. ബോംബെക്കുള്ള ട്രെയിൻ ഏകദേശം 2 മണിക്കൂറോളം വൈകിട്ടാണ് എത്തിയത്. ഞങ്ങളിതാ വണ്ടി ഇറങ്ങി നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ കയറി ഇവിടെ എത്തി. ഇപ്പോൾ ബൈന്ദൂർ സ്റ്റേഷനിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പ്രതീക്ഷിച്ച സമയത്ത് വണ്ടി എത്താത്തതുകൊണ്ട് ഒരു 2 മണിക്കൂറോളം വൈകിട്ടാണ് ഇവിടെ എത്തിയത്. വലിയ തിരക്കൊന്നുമില്ലാത്തൊരു ചെറിയ സ്റ്റേഷനാണ് കേട്ടോ ബൈന്ദൂർ സ്റ്റേഷൻ. ക്യാമറ നോക്കൂ, സ്റ്റേഷനൊക്കെ ക്യാമറ നോക്കാം. അല്ല ഇവിടെ വെയിറ്റിംഗ് ഷെഡ്. നിങ്ങൾ വന്നിറങ്ങിയ ട്രെയിനാണ് ഈ പോകുന്നത്. ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ. ഒരു തിരക്കും കാണാനില്ല കേട്ടോ. ഒരു മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടു, കരാവലി വെജ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ 3 പേരും പുറത്തിറങ്ങി പറഞ്ഞേൽപ്പിച്ചിരുന്ന വണ്ടി വന്നിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ യാത്ര പോവുകയാണ്. കുറച്ച് വഴിയിലത്തെ കാഴ്ചകളും കാണാമല്ലേ നമുക്ക്. കൊല്ലൂരിലേക്കുള്ള വഴിയിലത്തെ ഭംഗി അതും കൂടിയും കാണിച്ചു തന്നുകൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ നല്ലൊരു പാട്ടുകാരിയായിരുന്നു എന്ന്. അമ്മ അപ്പം എപ്പോഴും കീർത്തനങ്ങളോ കവിതകളോ എന്തെങ്കിലും ചൊല്ലി നടക്കുന്നുള്ളത്. അപ്പോൾ അമ്മ എപ്പോഴും പാടാറുള്ള ഒരു കീർത്തനം മൂകാംബിക ദേവിയെക്കുറിച്ചുള്ള ഒരു കീർത്തനം. കരുണ ചെയ്യംബികേ ദേവി മൂകാംബികേ. ആ തുടങ്ങണ കീർത്തനം ഞാൻ ചൊല്ലണ പോലെ ഒന്നുമല്ല കേട്ടോ. അമ്മ വളരെ ഭക്തിസാന്ദ്രമായിട്ട് പാടുന്നതാണ്. അമ്മ മൂകാംബികയിൽ പോയതായിട്ട് എനിക്കറിയില്ല. പോയിട്ടില്ല, അമ്മ പോയിട്ടില്ല. എൻ്റെ വീട്ടിലെ ബാക്കി എല്ലാവരും മൂകാംബികയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എന്താ ഇപ്പോഴാണ് എത്തുന്നത്. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ്. പല പല ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. കുട്ടിക്കാലം തൊട്ടേയുള്ള ഒരാഗ്രഹമാണ്, അതിപ്പോഴാണ് സഫലമാകുന്നതെന്ന് മാത്രം. ആൾക്കാരൊക്കെ അതിങ്ങനെ നടന്നു പോകുന്നുണ്ട്. എല്ലാവരും മൂകാംബികയിലേക്കുള്ളവരാണോ അതോ ജോലി കഴിഞ്ഞ് പോണവരാണോ അതൊന്നും അറിയില്ല. തീർത്ഥയാത്രയ്ക്ക് പോണ പോലെയാണ് പോക്ക്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പലരും പിന്നെ ബാക്കിയുള്ള ദൂരം നടക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മലമുകളിൽ അറ്റത്തായിട്ടൊരു ടവർ കാണുന്നുണ്ട്. അന്വേഷിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു അത് വാച്ചിങ് ടവർ ആണെന്ന് പറഞ്ഞു. ഇവിടെ നിന്നൊരു 10-30 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഡ്രൈവർ പറയുന്നത്. അതിനിടയിൽ ധാരാളം ഐതിഹ്യങ്ങളുള്ള ഈ ക്ഷേത്രത്തിലെ കുറച്ച് ഐതിഹ്യങ്ങൾ കേട്ടാലോ അല്ല. കുടജാതി താഴ്വരയിലെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് ആദിശങ്കരാചാര്യനാണെന്നാണ് ഒരു ഐതിഹ്യം. അദ്ദേഹം നിർദ്ദേശിച്ച പ്രകാരത്തിലുള്ള പൂജാവിധികളാണ് ഇന്നും ക്ഷേത്രത്തിൽ നടത്തുന്നത് എന്ന് പറയപ്പെടുന്നു. മൂകനെ പോലും വാചാലനാക്കുന്ന ദേവിയുടെ ഐതിഹ്യം നമ്മൾക്ക് കേട്ടാലോ. ഹാരണ്യപുരം എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് സൗപർണിക നദിക്കരയിൽ കോലമഹർഷി എന്ന സന്യാസി വര്യൻ ദേവിപ്രീതിക്ക് വേണ്ടി തപസ് ചെയ്തു. അതേസമയം വേറൊരു അസുരൻ ശിവപ്രീതിക്കായി തപസ് ചെയ്തിരുന്നു. അത് സതുദ്ദേശത്തോടു കൂടിയല്ല എന്ന് മനസ്സിലാക്കിയ ദേവി വരം ആവശ്യപ്പെടാനൊരുങ്ങി നിന്ന അസുരനെ മൂകനാക്കി മാറ്റി. കോപിഷ്ഠനായ അസുരൻ ദേവിയെ തപസ് ചെയ്തിരുന്ന കോലമഹർഷിക്ക് നേരെ തിരിഞ്ഞു. ഒടുവിൽ ഭക്തനെ രക്ഷിക്കാനായി മൂകാസുരനെ വധിച്ച ദേവി മഹർഷിയുടെ അഭിലാഷപ്രകാരം അവിടെ കുടിയിരുന്നു എന്നാണ് ഒരൈതിഹ്യം.
ഞങ്ങളിപ്പോൾ ശരിക്കും കാടിൻ്റെ ഉള്ളിലേക്ക് പോയിച്ചാണ്, ഇരുട്ടും കാടും. അമ്പലത്തിൻ്റെ ഗോപുരം കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുത്ത് പിടിച്ചിരിക്കുന്നത്. അതുവരെയായിട്ടൊരു ഗോപുരം കാണുന്നുണ്ട്, ലൈറ്റൊന്നുമില്ല. ഇതാണ് കമാനം. ദൃശ്യങ്ങളൊന്നും അത്ര ക്ലിയർ അല്ല, ഇരുട്ടായില്ലേ, നല്ല രാത്രിയായില്ലേ. അവിടെ ആയിട്ടേ ലൈറ്റും ഉള്ളൂ, എല്ലാ ഭാഗത്തും ലൈറ്റൊന്നുമില്ല. കടകളും ഇതൊക്കെ കാണുന്നുണ്ട്. ചായക്കടകൾ മിക്കതും മലയാളികളുടെ തന്നെയാണെന്ന് തോന്നുന്നു, പേര് കണ്ടിട്ട്. മലയാളികൾ തന്നെയാണ് ഇവിടെ കൂടുതലുള്ളതെന്ന് തോന്നണേ. ഞങ്ങൾ അമ്പലത്തിനടുത്ത് എത്താനായിക്കൊണ്ടിരിക്കുന്നു. പടിഞ്ഞാറ് നടയിലുള്ളൊരു ഹോട്ടലാണ് ഞങ്ങൾ ഹോം ബുക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ എത്തി ഒരു കുളിയൊക്കെ പാസ്സാക്കി അമ്പലത്തിൽ പോകാനാണ് പ്ലാൻ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവിടെ നല്ല തിരക്കുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഐതിഹ്യം കേട്ടിട്ടുണ്ട്, മൂകാംബിക ക്ഷേത്രത്തിൽ മലയാളിയായിട്ടുള്ള ഒരാൾ ഒരു ദിവസം ചെന്നില്ലെങ്കിൽ ദേവി കേരളത്തിലേക്ക് എത്തുന്നു. അത്രയ്ക്കും ദേവിക്ക് മലയാളികളോട് പ്രിയാണത്രേ. അങ്ങനൊരു കഥ കൂടിയുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. എന്നും മൂകാംബിക ക്ഷേത്രത്തിൽ മലയാളികൾ എത്താറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ക്ഷേത്രമാണല്ലോ അത്. റോഡൊന്നും സുഖമില്ലാട്ട് ആകെ പൊട്ടിപ്പൊളിഞ്ഞു കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. വർക്ക് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇനി വരുമ്പോൾ ചിലപ്പോൾ ആകെ മാറിയിട്ടാവും ഈ സ്ഥലങ്ങൾ. ഇനി ഞാൻ അമ്പലത്തിലെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. മകളാണ് അച്ചപ്പയ്യ നിരക്ക് നാരായണ. ഇപ്പോഴുള്ള ഫിലിപ്പ് മണലിൽ എൻ്റെ ചെറിയ മകളാണ്. എനിക്കറിയേണ്ടത് ഈ അമ്പലത്തിൻ്റെ ചരിത്രം എല്ലാ കാര്യങ്ങളും ഒന്ന് സ്വാമി പറഞ്ഞു തോന്നുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും പറയാനാവില്ല. അതിനൊരു ബുക്ക് ഉണ്ടല്ലോ, ബുക്ക് എടുത്തോളൂ. എന്നിട്ട് ഞാൻ പറയുന്നേക്കാൾ അത്യാവശ്യം കുറച്ച് കാര്യം. അമ്മ ഉദ്ഭവ ജ്യോതിർലിംഗാണ്. മധ്യത്തിൽ സ്വർണ്ണരേഖ ഉണ്ട്. ഇടത്ത ഭാഗം ശക്തിഭാഗം, വലത്തെ ഭാഗം കൃഷ്ണഭാഗം. ഇടത്തെ ഭാഗത്തിൽ കാളി ലക്ഷ്മി സരസ്വതി, വലത്തെ ഭാഗത്തിൽ ബ്രഹ്മാ വിഷ്ണു വിഷ്ണു, മധ്യത്തിൽ സ്വർണ്ണരേഖ. ഇങ്ങനെ ശ്രീചക്ര ബിന്ദു സ്വരൂപിയായിട്ട് അമ്മ ഉദ്ഭവമാണ്. ഈ സ്വയംഭൂവിനെ ദർശിക്കാൻ വേണ്ടി ആദിശങ്കർ ഇവിടെ വന്ന് തപസ് ചെയ്ത് അവർക്ക് പ്രത്യക്ഷമായ രൂപം ശ്രീചക്ര യന്ത്രം എഴുതി അമ്മേനെ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. അഭിഷേകാർച്ചനമൊക്കെ നൈവേദ്യമൊക്കെ സ്വയംഭൂരാണ്. വിവാഹത്തിൽ അലങ്കാരത്തിന് അമ്മയ്ക്ക് മൂക്കാംബിക്കാന പേരാണ്. ക്ഷേത്രത്തെക്കുറിച്ച് ഇവിടുത്തെ പ്രധാന അടിക പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. അപ്പോൾ കുറച്ച് കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. സ്വയംഭൂലിംഗത്തിന് പുറകിലായിട്ട് ആദിശങ്കരനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശംഖുചക്രഗദാധാരിയായ പഞ്ചലോഹ നിർമ്മിതമായ ദേവി വിഗ്രഹമുണ്ട്. ഏകദേശം 1200 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് പറയപ്പെടുന്നത്. ഈ മൂകാംബിക ക്ഷേത്രം എന്ന് പറയുന്നത് നോക്കൂ, പലരുടെയും സംഗമവേദി കൂടിയാണ് കേട്ടോ. പ്രതീക്ഷിക്കാത്ത പലരെയും ഇവിടെ വെച്ച് കണ്ടുമുട്ടും. കുറേ കാലത്തിന് ശേഷം പ്രതീക്ഷിക്കാത്ത ആരെ കണ്ടുമുട്ടി സന്തോഷത്തിലാണ് സുജാത. നല്ല തിരക്കുണ്ട്. ഞങ്ങളൊരു പ്രാവശ്യം തൊഴുതു, പിന്നെ പുറത്ത് വന്ന് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഞങ്ങൾ സരസ്വതി മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് തൊഴുമ്പോഴാണ് ഞങ്ങളിതാ കുറേ കാലത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയത് ഞങ്ങളൊരു അലയിൽ വെച്ച് പരിചയമുള്ള ഒരു ഫാമിലീനെ. അവർ ഇവിടെ ഇപ്പോൾ വളരെ ബിസിനസ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ സുഹൃത്ത് സംഗമം നടന്നു. ഏകദേശം 10-20 വർഷമായിട്ടുള്ള ബിന്ദുവിനെ കണ്ടിട്ട് അങ്ങനെ ഭഗവതി അവരും കാണിച്ചു. രഥം എഴുന്നള്ളിക്കേണ്ട തിരക്കിലായി. അപ്പോൾ ആ കാഴ്ചകൾ കാണാം കേട്ടോ.
കഴിഞ്ഞില്ലേ? രഥത്തോടൊപ്പം വലം വയ്ക്കുന്നത് ഒരു വിശിഷ്ടമായ ചടങ്ങാണത്രേ. അത് കൂടുതൽ പുണ്യം നൽകുമെന്നാണ് പറയുന്നത്. ഞാനിത് മുഴുവൻ കാണാൻ നിന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഞാൻ വീണ്ടും അകത്തേക്ക് പോയി. അകത്ത് പോയി ഞാൻ പോയിരുന്നു. ഞാൻ വളരെ നല്ല ദർശനം കിട്ടി, പ്രതീക്ഷിക്കാത്ത ദർശനം കിട്ടി. അതിന് കാരണം ഞാൻ നേരത്തെ പരിചയപ്പെട്ട ബിന്ദു ആയിരുന്നു കേട്ടോ. ഞാൻ ബിന്ദുവിൻ്റെ കൂടെ അകത്ത് കയറി ശശിയുടെ ബോക്സിൽ നിന്ന് എൻ്റെ കാലിലെ പ്ലാസ്റ്റർ ഊരിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അതുകൊണ്ട് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനതിന് ചുറ്റും വലം വയ്ക്കാഞ്ഞത് കേട്ടോ. കിഴക്കേ നടക്കൂടെ ഉണ്ട് നമ്മളകത്തേക്ക് കിടക്കുക. അപ്പോൾ കാണുന്നതാണ് ദീപസ്തംഭവും കൊടിമരവും. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തെക്ക് കിഴക്ക് ഭാഗത്തെത്തുമ്പോൾ അവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ശ്രീകോവിൽ കാണാം. അതിനോട് തൊട്ടാണ് സരസ്വതി മണ്ഡപം. സരസ്വതി മണ്ഡപത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തെക്ക് ഭാഗത്ത് നടക്കുന്ന എല്ലാ പരിപാടികളും കാണാം. വശത്ത് നടക്കുന്നത് ഇതിപ്പോൾ കിഴക്ക് വശത്താണ് ഈ രഥമൊക്കെ ഇരിക്കുന്നത്. ഈ രഥം നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്, വീരഭദ്രൻ്റെ.
പേര് പ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷം എഴുന്നള്ളിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ അവസാനം സരസ്വതി മണ്ഡപത്തിൽ വെച്ച് ഒരു പൂജിക്കും. അതാണ് ഈ കാണുന്നത്. ആ ദർശനം കിട്ടാൻ വേണ്ടി ആളുകൾ കാത്തു കിട്ടി നിൽക്കുകയാണ്. ഇവിടെ കൊണ്ടുവരും. നല്ല ഭക്തജന തിരക്കുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ഈ 3 ദിവസം ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഭഗവതി സരസ്വതി മണ്ഡപത്തിലേക്ക് കൊണ്ടുവരികയാണ്. അമ്പലത്തിൽ നിന്നും കഷായ സേവയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ജ്യോതിസ് റെസിഡൻസിന് മുമ്പിലാണ്. ബിന്ദുവിൻ്റെ ഹോട്ടലാണത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. മൂകാംബിക കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും തുടരും. അത് കാണാൻ നിങ്ങളും എന്നോടൊപ്പം സഞ്ചരിക്കുമെന്ന് പ്രതീക്ഷയുടെ സസ്നേഹം അമ്മു.